അപ്പോൾ എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും നമ്മുടെ അടുത്തൊരു ഗൂഗിൾ മീറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് അടുത്ത ചോദ്യം എഴുതാം. ഹൂ ഈസ് ഫ്രാൻസിസ്? ഹൂ ഈസ് ഫ്രാൻസിസ്? ഹൂ ഈസ് ഫ്രാൻസിസ്? വാട്ട് ഡു യു നോ അബൌട്ട്? ഹലോ, കേൾക്കാമോ? ഹൂ ഈസ് ഫ്രാൻസിസ് എന്നാണ് ചോദ്യം. ഹൂ ഈസ് ഫ്രാൻസിസ്? വാട്ട് ഡു യു നോ അബൌട്ട്? വാട്ട് ഡു യു നോ അബൌട്ട് ഹിം? വാട്ട് ഡു യു നോ അബൌട്ട് ഹിം? ചോദ്യം എഴുതിയാ? ഹലോ, എഴുതി? എല്ലാവരും എഴുതിയെന്ന് പ്രതീക്ഷിക്കുന്നു. ചോദ്യം എന്താണ്? ഹൂ ഈസ് ഫ്രാൻസിസ്? വാട്ട് ഡു യു നോ അബൌട്ട് ഹിം? ആരാണ് ഫ്രാൻസിസ്? അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് എന്താ അറിയാമെന്നാണ് ചോദ്യം. ഇതിന് മാർജിനിൽ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടെ. കാരണം ആ ക്യാരക്ടറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇതിന് വളരെയധികം പ്രാധാന്യം ഉണ്ടെന്ന് പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. അപ്പോൾ ദയവായിട്ട് മാർജിനിൽ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. അപ്പോൾ നമുക്ക് അതിന് ഉത്തരം എഴുതാം. ഓക്കെ, നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. ഫ്രാൻസിസ് or Frank is the brother. Francis or Frank is the brother of Maggie. Is the brother of Maggie and son of Mrs. Clifford. 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 എഴുതിയാ? Son of Mrs. Clifford. ഓക്കെ, അടുത്ത വരിയായിട്ട് എഴുതിക്കോളൂ. They both love him. They both love him dearly. 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 ഫുൾ സ്റ്റോപ്പ് ഇടുക. എഴുതിയോ? ഓക്കെ. He is in Punjab. He is in Punjab. അടുത്ത വരിയാണ് കേട്ടോ. He is in Punjab. In the regiment fighting. In the regiment fighting Northwest Frontiers. In the regiment fighting Northwest Frontier. In the regiment fighting on the Northwest Frontier. അത് ആ പ്രദേശത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ എന്ന് പറഞ്ഞത്. ആ പ്രദേശത്തെ സൂചിപ്പിക്കാനാണ്. ഓൺ ദ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ. ഓക്കെ, നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പഞ്ചാബ് ഭാഗത്ത്, അതാണ് നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ. നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാലോ മറ്റേ ആസാം, മേഘാലയ ഭാഗമൊക്കെയാണ് വരിക ഇന്ത്യയുടെ. ഓക്കെ, നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ. ഫുൾ സ്റ്റോപ്പ് ഇടുക. നോർത്ത് എന്ന് പറഞ്ഞാൽ കശ്മീർ, സൗത്ത് എന്ന് പറയുമ്പോൾ കേരള, തമിഴ്നാട് ഒക്കെ പെടും ഇന്ത്യയുടെ. ഓക്കെ, നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയറിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ എന്ന് എഴുതിയോ? ഓക്കെ, അടുത്ത വരി നമുക്ക് എഴുതാം. He loves his mother and sister. He loves his mother and sister. എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്നിട്ട് ഇങ്ങനെ എഴുതൂ. He has sent her sister
ഹിസ് സിസ്റ്റർ എന്നാണ് വേണ്ടത് കേട്ടോ. ഹി ഹാസ് സെൻഡ് ഹിസ് സിസ്റ്റർ a book of pictures, a book of pictures, a book of pictures of Simla, and the surrounding mountain country, and the surrounding mountain country, and the surrounding mountain country. Full stop ഇടുക. എഴുതിയോ? പാവരിയുടെ അർത്ഥം മനസ്സിലായോ? സ്വന്തം പെങ്ങൾക്ക് ഒരു ബുക്ക് നിറച്ചും പടങ്ങളുള്ള ഇത് അയച്ചു കൊടുത്തു. ആരാണ് അയച്ചു കൊടുത്തത്? നമ്മുടെ ഫ്രാൻസിസ്. ആ ബുക്കിൽ നിറച്ചും പടങ്ങളായിരുന്നു. സിംല എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്, ഇന്ത്യയിലുള്ള ഒരു സ്ഥലമാണ്, നോർത്ത് ഭാഗങ്ങളിലുള്ള സ്ഥലമാണ്. വളരെ മഞ്ഞൊക്കെ ഉള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ മഞ്ഞ് വീഴുന്ന സ്ഥലമാണ്. നല്ല പ്രകൃതി വളരെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. പ്രകൃതി മനോഹാരിതയുള്ള ഒരു സ്ഥലമാണ് സിംല. അപ്പോൾ ആ സ്ഥലത്തിൻ്റെയും ചുറ്റുവട്ടത്തിലുള്ള മൗണ്ടെയ്ൻസ് എന്ന് വെച്ചാൽ കുന്നുകൾ അല്ലെങ്കിൽ മലകൾ. അപ്പോൾ ആ പ്രദേശത്തൊക്കെ പ്രകൃതി ഭംഗി വെളിവാക്കുന്ന രീതിയിലുള്ള പടങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം പെങ്ങൾക്ക് അയച്ചു കൊടുത്തു എന്നാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. അടുത്ത വരി എഴുതിക്കോളൂ. ഹി ഈസ് സൂപ്പർസ്റ്റിഷ്യസ്. സൂപ്പർസ്റ്റിഷ്യസ് സ്പെല്ലിംഗ് സാർ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോട്ടാ. SUPERSTITIOUS സൂപ്പർസ്റ്റിഷ്യസ്. എഴുതിയോ? സൂപ്പർസ്റ്റിഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ധവിശ്വാസമുള്ള എന്നൊക്കെ പറയുന്നു. മനസ്സിലായോ? ഓരോരോ അന്ധവിശ്വാസം എന്ന് പറയില്ലേ, അപ്പോൾ അതിനെയാണ് സൂപ്പർസ്റ്റിഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, സൂപ്പർസ്റ്റിഷ്യസ് ഫുൾ സ്റ്റോപ്പ് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ എഴുതൂ. He also sent her a crystal ring. He also sent her a crystal ring, saying that it was given to him by a yogi. YOGI yogi എന്ന് പറഞ്ഞാൽ സന്യാസി എന്നാണ് അർത്ഥം. അപ്പോൾ ക്രിസ്റ്റൽ റിങ് കൊടുത്ത കാര്യം നമുക്കറിയാലോ, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ക്രിസ്റ്റൽ റിങ്ങും അയച്ചു കൊടുത്തിരുന്നു. അത് ഒരു യോഗി കൊടുത്തതായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി അടുത്ത വരെ എഴുതിക്കോളൂ. The yogi had told him that it was a magical ring. Full stop ഇടുക. It was a magical ring. Full stop ഇടുക. എന്നിട്ട് ഇങ്ങനെ എഴുതൂ. If somebody looked into the crystal, commentator, thinking of a person
Who is far away? Who is far away? Who is far away? He can see the person. He can see the person. He can see the person. And what he is doing. He can see the person and what he is doing. And what he is doing. Okay, അവിടെ വരെ മനസ്സിലായോ? എഴുതിയോ? And what he is doing. എഴുതിയോ? ഓക്കെ, അപ്പോൾ ആ വാചകത്തിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിസ്റ്റല് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് അയച്ചു കൊടുത്തിരുന്നു. ആ ക്രിസ്റ്റലിലേക്ക് ആരെങ്കിലും ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു ദൂരത്തുള്ള ഒരാളെക്കുറിച്ച് ആലോചിച്ച് ആ ക്രിസ്റ്റലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കാര്യങ്ങൾ ഒക്കെ ആ ക്രിസ്റ്റലിൽ കാണാൻ സാധിക്കും എന്നാണ് ഒരു തെറ്റായ ധാരണ നമ്മുടെ ഫ്രാൻസിസിനുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ക്രിസ്റ്റൽ റിങ് അദ്ദേഹം ആർക്ക് അയച്ചു കൊടുത്തിരുന്നു? നമ്മുടെ മാഗിക്ക് അയച്ചു കൊടുത്തിരുന്നു. അതൊരു യോഗി തന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ നോക്കിയപ്പോൾ നമ്മുടെ മിസ്റ്റർ ഗുപ്ത ഒന്നും കണ്ടില്ല. എങ്കിലും ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മിസ്സസ് ക്ലിഫോർഡിനോട് നല്ല കാര്യങ്ങൾ നമ്മുടെ ഫ്രാൻസിസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ആരോ കുറച്ച് പേര് എൻ്റർ ആയിട്ടുണ്ടല്ലോ, അവരാരൊക്കെയാണെന്നൊന്ന് പെട്ടെന്ന് പറയാമോ? അപ്പോൾ എനിക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനാണ്. ഇപ്പോൾ ആരെങ്കിലും OFEയിൽ പുതിയതായിട്ട് എൻ്റർ ചെയ്തോ? ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്തോ? ഇൻസമാം മാർക്ക് ചെയ്തു. അടുത്ത ആൾ പറഞ്ഞോ. ഹലോ, OFEയിൽ ആരെങ്കിലും എൻ്റർ ചെയ്തിട്ടുണ്ടോ പുതിയതായിട്ട്? ഓക്കെ, ഇൻസമാം മാർക്ക് ചെയ്തു കേട്ടോ. പിന്നെ ക്യാപ്പിൽ ആരെങ്കിലും പുതിയതായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടോ? ഹലോ, ക്യാപ്പിൽ ആരെങ്കിലും ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റർ ചെയ്തോ? ഓക്കെ, ഫാത്തിമത്ത് സന മാർക്ക് ചെയ്തു. അടുത്ത ആൾ പറഞ്ഞോ. ആരെങ്കിലും പുതിയതായിട്ട്? നന്ദന എൻ്റർ ചെയ്തതായിട്ട് കണ്ടു, അതാ ചോദിക്കണേ. നന്ദന പ്രസൻ്റ് ആണോ? ഹലോ ഹലോ ഓക്കെ, ഫാത്തിമത്ത് സന ഞാൻ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നന്ദന എൻ്റർ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഇനിയിപ്പോൾ ക്ലാസ് അവസാനിക്കുമ്പോൾ സാർ ഒന്നും കൂടി അറ്റൻഡൻസ് ചോദിക്കുന്നതാണ്, അറ്റൻഡൻസ് എടുക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ പറയാൻ പറ്റാത്തവർ ആ സമയത്തെങ്കിലും പറയുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ നിർത്തിയത് ലുക്ക്ഡ് ഇൻടു ബട്ട് നെവർ, നമ്മൾ വാട്ട് ഹി വാസ് ഡൂയിങ് വരെയല്ലേ എഴുതിയത്? ഓക്കെ, അടുത്ത വരി എഴുതിക്കോളൂ. Maggie and Mrs. Clifford often looked into the crystal ring, but they never saw Francis. എഴുതിയോ? ഓക്കെ, അടുത്തവരെ എഴുതിക്കോളൂ. ഫൈനലി, അടുത്ത വരിയാണ് ഫൈനലി. We come to know that Francis was killed in a war. And was buried at Fort Monroe.
near and was buried at Fort 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 Monroe. Fort Monroe. Fort Monroe. Monroe spelling പറഞ്ഞ എന്നാ? MONROE. Fort Monroe. എഴുതിയാ? ഫോർട്ട് മോൺട്രോ എന്ന് എഴുതിയാ? ഹലോ, ഫോർട്ട് മോൺട്രോ ഒന്ന് എഴുതിയോ? ഒരു മിനിറ്റ്. ഫോർട്ട് മോൺട്രോ എന്ന് എഴുതി. ഫോർട്ട് മോൺട്രോ എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ് കേട്ടോ. ഫോർട്ട് മോൺട്രോ എന്ന് പറയണതേ ഒരു സ്ഥലമാണ്. ഫോർട്ട് മോൺട്രോ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഹലോ, ഫോർട്ട് മോൺട്രോ കഴിഞ്ഞ് കോമ ഇട്ടിട്ടേ നിയർ ധര ഖാസി ഖാൻ. ഖാസി സ്പെല്ലിംഗ് GHAZIKHAN. നിയർ ധര ഖാസി ഖാൻ എഴുതി കഴിഞ്ഞോ? ഹലോ, ധര ഖാസി ഖാൻ സ്പെല്ലിംഗ് ആണോ? പറഞ്ഞുതരാം. മാഗി, ഒരു മിനിറ്റ്. നമ്മൾ ഫൈനലി വി കം ടു നോ, അല്ല അതിനെ ആവർത്തിക്കുകയാണ് കേട്ടോ സാറോ, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഫൈനലി വി കം ടു നോ ദാറ്റ് ഫ്രാൻസിസ് വാസ് കിൽഡ് ഇൻ war and was buried at Fort Monroe near Dhara Khasi Khan. എഴുതിയോ? ഹലോ, ഓക്കെ. അടുത്ത വരെ എഴുതാം. ഹലോ, ആൺകുട്ടികൾ ആരും ഉത്തരം പറയണില്ലല്ലോ. അടുത്ത വരെ എഴുതാം. ഓക്കെ, അടുത്ത വരെ എഴുതാം. Maggie wants the narrator to place some flowers. Maggie wants the narrator to place some flowers. On her brother's grave. On her brother's grave. When he goes to India. And she pays him a shilling. എന്ന് പറയുന്നത് ആ നാട്ടിലെ നാണയത്തിനെയാണ് ഷെല്ലിംഗ് എന്ന് പറയുന്നത്. A shilling for that. And she pays him a shilling for that. എഴുതിയോ? എഴുതി കഴിഞ്ഞോ? ഓക്കെ, അടുത്ത വരി എഴുതിക്കോളൂ. It is from this sacrificial act, SACRIFICIAL, sacrificial act of hers, that the story
gets that the story gets its title. That the story gets its title. എഴുതിയോ? That the story gets its title. ഓക്കെ, ആ വരിയില്ലേ ലാസ്റ്റ് വരി, അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, അത് അണ്ടർലൈൻ ചെയ്തോ. ദാറ്റ് ദ സ്റ്റോറി ഗെറ്റ്സ് ഇറ്റ്സ് ടൈറ്റിൽ, ആ വരി ഇമ്പോർട്ടൻ്റ് ആണ്, അണ്ടർലൈൻ ചെയ്തോ. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. ഡിസ്ക്രൈബ് the incident. Describe the incident that touched the narrator deeply. That touched the narrator deeply. എഴുതിയോ? That touched the narrator deeply. എഴുതിയോ? ഒരിക്കൽ കൂടി ആവർത്തിക്കാം, ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഡിസ്ക്രൈബ് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ടച്ച്ഡ് ദ നറേറ്റർ ഡീപ്ലി. ഏത് അവസ്ഥയാണ്, ഏത് സാഹചര്യമാണ് നറേറ്ററുടെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു സ്വാധീനം ചെലുത്തിയത്, നറേറ്റർ മനസ്സിലൊരു നൊമ്പരം ഉണ്ടാക്കിയതെന്നാണ് ആ ചോദ്യം. നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. ഉത്തരം എഴുതിയെടുക്കല്ലേ? ഹലോ, ഓക്കെ, അപ്പോൾ ഉത്തരം എഴുതിയെടുത്തോളൂ. ഹലോ, ആൺകുട്ടികൾ എന്തെങ്കിലും ഉത്തരം പറയുമോ? ഉത്തരം എഴുതിയെടുക്കല്ലേ നമ്മൾ? ഹലോ, ഓക്കെ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഋതിക് ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ 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 അപ്പോൾ നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. അവിടെ ഒരു കാര്യം സാറിന് പ്രത്യേകം പറഞ്ഞുതരാണ്ട് കേട്ടോ. സാറ് ഏതോ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു, അതായത് ആ കുട്ടി പിയാനോ ഭയങ്കര രസമായിട്ട് വായിക്കുമെന്നാണ് സാറ് പറഞ്ഞത്. വയലിനാണ് അവൾ നന്നായി വായിക്കുക, ആര്? മാഗി വായിക്കുക. അപ്പോൾ ആ ഒരു കറക്ഷൻ പ്രിയ വിദ്യാർത്ഥികളൊന്ന് നോട്ട് ചെയ്യാൻ സാറ് വിനയത്തോട് അഭ്യർത്ഥിക്കുന്നു. നോട്ട് ചെയ്തോ? ഹലോ, ഓക്കെ, അപ്പോൾ നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. മാഗി ഹാഡ് എ വയലിൻ. മാഗി had a violin and she learned വയലിൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്, ഗിത്താറൊക്കെ പോലെ. പക്ഷേ വയലിന് ഒരു ബോ ഉണ്ടായിരിക്കും. ആ ബോ ഉപയോഗിച്ച് വയലിന്മേ റബ് ചെയ്യുമ്പോഴാണ് നല്ല മ്യൂസിക്കൽ നോട്ടുകൾ വരുന്നത്. അതിന് സ്ട്രിങ് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ആ ബോ ഉപയോഗിച്ച് റബ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് സൗണ്ട് കേൾക്കുന്നു, മ്യൂസിക് കേൾക്കുന്നു. വയലിൻ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വയലിൻ കണ്ടിട്ടില്ലേ എല്ലാവരും? ഓക്കെ, അപ്പം നമ്മൾ മാഗി ഹാഡ് എ വയലിൻ ആൻഡ് ഷീ ലേൺഡ് ടു പ്ലേ സം സോങ്സ്. അവിടെ വരെ എഴുതിയാ? മാഗി ഹാഡ് എ വയലിൻ ആൻഡ് ഷീ ലേൺഡ് ടു പ്ലേ സം സോങ്സ്. അവിടെ വരെ എഴുതി കഴിഞ്ഞോ? Okay, with some play some songs with her own efforts. Full stop ഇടുക. അതിങ്ങനെ എഴുതൂ. She could not go to any teacher. She could not go to any teacher. To learn violin because of the lack of money. Full stop ഇടുക. her mother
Her mother knows that. Her mother knows that Maggie has talent for playing violin. Talent for playing violin. അടുത്ത വരെയായിട്ട് she tells the narrator that if ever their circumstances improved, she would send Maggie to have violin lessons. Full stop ഇടുക. എഴുതി കഴിഞ്ഞോ? ഫുൾ സ്റ്റോപ്പ് ഇടുക. അടുത്ത വരെയായിട്ട് എഴുതിക്കോളൂ. This incident deeply touched the narrator's heart. എഴുതിയോ? This incident deeply touched the narrator's heart. നെറേറ്ററുടെ മനസ്സിനെ ഇത് ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അവൾക്ക് വയലിൻ വായിക്കാൻ ഉള്ള കഴിവുണ്ടായിരുന്നു, പക്ഷെ ഒരു ടീച്ചറുടെ അടുത്ത് പോയി അത് പഠിച്ചെടുക്കാനുള്ള സാമ്പത്തികമായ ഒരു പര്യാപ്തത അവൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവളെ സ്വന്തം കഴിവുകൊണ്ട് കുറേയൊക്കെ പഠിച്ചെടുത്തു. അപ്പോൾ ആ ഒരു വിഷയം നമ്മുടെ ഗുപ്തയ്ക്ക് മനസ്സിൽ ഭയങ്കരമായിട്ടുള്ളൊരു വിഷമമുണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. മാഗിയുടെ അമ്മ ഇങ്ങനെ പറഞ്ഞു, ഇവൾക്ക് നന്നായി വയലിൻ വായിക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ എങ്കിലും ഒരു ടീച്ചറുടെ അടുത്ത് പോയി ഇത് പഠിക്കാനുള്ള സാമ്പത്തിക അവസ്ഥ അവൾക്ക് ഇല്ലാത്തതിനെ വളരെയധികം വേദനിക്കുന്നു. അവൾക്ക് കഴിയാവുന്ന രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ അവൾ പഠിച്ചെടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ എഴുതി മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം എഴുതിയെടുക്കാം. Why was Maggie unable സ്പെല്ലിംഗ് പറഞ്ഞുതരാം. UNABLE unable. അണേബിൾ എന്ന് വെച്ചാൽ പോകാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതൊക്കെയാണ് അണേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഏബിൾ അല്ലാത്ത അവസ്ഥ, അൺഏബിൾ, അതായത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അണേബിൾ ടു ഗോ ടു വർക്ക്. എന്തുകൊണ്ടാണ് മാഗി ജോലിക്ക് പോകാൻ പറ്റാതെ വന്നത്? മാഗിക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ വന്നതാണ്. വൈ വാസ് മാഗി അണേബിൾ ടു ഗോ ടു വർക്ക്? ചോദ്യം എഴുതിയെടുത്തോ? ഓക്കെ, വൈ വാസ് മാഗി അണേബിൾ ടു ഗോ ടു വർക്ക് എന്നാണ് ചോദ്യം. അപ്പോൾ എന്തുകൊണ്ടാണ് മാഗിക്ക് ജോലിക്ക് പോകാൻ പറ്റാണ്ട് വന്നത്? മാഗിക്ക് ജോലിക്ക് പോകാൻ പറ്റാണ്ട് വന്നത് നമ്മുടെ മിസ്സിസ് ക്ലിഫോർഡ് ആരോഗ്യസ്ഥിതി മോശമായി. മിസ്സിസ് ക്ലിഫോർഡിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായി, അസുഖമായിട്ട് കിടക്കുമ്പോഴാണ് മാഗിക്ക് ജോലിക്ക് പോകാൻ പറ്റാണ്ട് വന്നത്. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. മാഗി വാസ് unable to go to work. Maggie was unable to go to work because
her mother, because her mother was seriously sick. Her mother was seriously sick. Her mother was seriously sick. എഴുതിയോ? ഹലോ, എഴുതിയോ? നിങ്ങൾ എഴുതിയോ? സീരിയസ്ലി സിക്ക് വരെ എഴുതിയോ? ഓക്കെ. സീരിയസ്ലി സിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഗൗരവമായ അനാരോഗ്യസ്ഥിതി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സീരിയസ്ലി സിക്ക് ഫുൾ സ്റ്റോപ്പ് എടുക്കുക. എന്നിട്ട് എങ്ങനെ എഴുതൂ? സിൻസ് there was nobody in the house to look after her sick mother. She could not go for ആ സെന്റൻസ് ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. Since there was nobody in the house to look after her sick mother, she could not go for work. എഴുതിയോ? അവിടെ വരെ എഴുതിയോ? ഓക്കെ, അവിടെ വരെ എഴുതിയാ? അഞ്ജന എഴുതിയാ? ഓക്കെ. ബസ്ലീൽ എഴുതിയാ? ഓക്കെ, വെരി ഗുഡ്. ബാക്കിയുള്ളവരെല്ലാവരും എഴുതി എന്ന് പ്രതീക്ഷിക്കണു. സാറ് രണ്ടുപേരുടെ പേര് മാത്രമേ വിളിച്ചുള്ളൂ. പിന്നെ ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒരുപാട് പോയിൻറ്റ്സ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതുന്തോറും നമുക്ക് ഒരുപാട് പോയിൻറ്റ്സ് കിട്ടുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉള്ളൂ. അത് മിക്കവാറും അടുത്ത ക്ലാസ്സിലോടുകൂടി കഴിയും. അത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഒരു പാഠം എടുത്തു തുടങ്ങാം കേട്ടോ. നമ്മൾ ആദ്യത്തെ 3 പാഠം ഞാൻ ഓൾറെഡി ഓൺലൈൻ യൂട്യൂബ് ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ച് പഠിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുന്ന പാഠം നമ്മൾ ഗൂഗിൾ മീറ്റ് ക്ലാസ് വഴി എടുത്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ 5ാമത്തെ പാഠമാണ് ഈ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് 5ാമത്തെ പാഠമാണ്. ഫോക്കസ് ഏരിയയിൽ ആകെ 8 പാഠാണുള്ളത്. അതിൽ 5ാമത്തെ പാഠമാണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്ത് കഴിയാറായിട്ടുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 6, 7, 8 ആ പാഠം പെട്ടെന്ന് ഒരുവിധം സ്പീഡിൽ നമുക്ക് പഠിച്ചു കഴിയാം. ഈ 5 പാഠങ്ങൾ കഴിയാറായി. ഇനിയിപ്പോൾ ഒരു ക്ലാസ്സും കൂടി വേണ്ടി വരും ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന് വളരെ വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ഈ പാഠത്തിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പ്രിയ വിദ്യാർത്ഥികൾ നോക്കണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, നമ്മുടെ പാറ്റേൺ ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മൾ പഠിക്കണം. പാറ്റേൺ ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും ഞാൻ രാവിലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. കുറേ പേരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ കുറച്ച് പേര് കൂടിയും ശ്രദ്ധിക്കാനുണ്ട്. ആ പാറ്റേൺ ക്വസ്റ്റ്യൻസിൽ നിന്ന് 40% മാർക്കുകൾ വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. ആയതിനാൽ പ്രിയ വിദ്യാർത്ഥികൾ ആ പാറ്റേൺ ക്വസ്റ്റ്യൻസ് പഠിച്ചെടുക്കണം. ഉദാഹരണത്തിന് ഫോർമൽ ലെറ്റർ ടു എഡിറ്റർ, പ്രസി റൈറ്റിംഗ്, കോംപ്രിഹെൻഷൻ പാസേജ്, സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പാറ്റേൺ ക്വസ്റ്റ്യൻസിൽ സാധാരണയായിട്ട് വരാറ്. ഒട്ടുമിക്ക എല്ലാ പാറ്റേൺ ക്വസ്റ്റ്യൻസും ആ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥികൾ അത് നോക്കണമെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ 2-3 വിദ്യാർത്ഥികളും കൂടിയും എൻ്റർ ചെയ്തിട്ടുണ്ട്. അവരാരൊക്കെയാണ്? ക്യാപ്പിൽ ആരൊക്കെയാണ് എൻ്റർ ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ സാർ അവസാനം പേര് വിളിക്കാമെന്ന് പറഞ്ഞല്ലോ. ആരെങ്കിലും ക്യാപ്പിൽ പുതിയതായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടോ? എൻ്റർ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ പറയാട്ടാ. നന്ദന എൻ്റർ ചെയ്തിട്ടുണ്ടോ? മുഹമ്മദ് സിനാൻ, സൗരവ്, നന്ദന എൻ്റർ ചെയ്തു. ഓക്കെ, ഞാൻ പ്രസൻറ്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ദിൽഷാദ് എൻ്റർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അമീന എൻ്റർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എറിൻ വന്നിട്ടുണ്ടോ? എറിൻ വന്നിട്ടുണ്ടോ? ഇല്ല. മെഗ്നൽ
മെഗ്നിൽ വന്നിട്ടില്ല. സിനാൻ, മുഹമ്മദ് സിനാൻ വന്നിട്ടില്ല. സൗരവ്. ഇപ്പോൾ ഞാൻ വിളിച്ച പേരുകൾ ആബ്സെൻ്റ് മാർക്ക് ചെയ്യാം കേട്ടോ. വിളിച്ച പേരുകൾ ആബ്സെൻ്റ് മാർക്ക് ചെയ്യാണ്. ഇനിയിപ്പോൾ നമ്മൾ പോയ ഫീൽ അറ്റൻഡൻസ് ആണ് പറയണത്. ആദിൽ വന്നിട്ടുണ്ടോ? ഇല്ല. അഫ്സൽ റഹ്മാൻ വന്നിട്ടില്ല. അജിത് എ വി വന്നിട്ടില്ല. ഫാത്തിമ എം എ, ഫാത്തിമ വന്നിട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ അറ്റൻഡൻസ് പറയാൻ മറക്കരുത് കേട്ടാ. ഞാൻ മറന്നാലും നിങ്ങൾ മറക്കരുത് കേട്ടാ. ഹലോ, ഫാത്തിമ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഓക്കെ. മുഹമ്മദ് അനസ് വന്നിട്ടുണ്ടാ? മുഹമ്മദ് അനസ്, ഹലോ, അനസ് വന്നിട്ടുണ്ട് അല്ലേ? അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ. മുഹമ്മദ് നഫീം വന്നിട്ടില്ല. നിയാസ് വന്നിട്ടില്ല. സായൂജ് വന്നിട്ടില്ല. ഷഹീൻ ഷാ വന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ അറ്റൻഡൻസ് നമ്മൾ കവർ ചെയ്തു. ഇനി പ്രിയ വിദ്യാർത്ഥികളോട് ഒരിക്കൽ കൂടി സാറിന് പറയാനുള്ളത്, ഇനി നമുക്ക് അടുത്ത ദിവസം ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കാം, എഴുതാം. പക്ഷേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സാറിന് എപ്പോഴും പറഞ്ഞു തരുന്ന പോലെ തന്നെ പറഞ്ഞു തരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് നമ്മളിനി വളരെ ഗൗരവത്തോടുകൂടി പഠിക്കണം. അധികം സമയം നമുക്കിനി പരീക്ഷയ്ക്കില്ല. അപ്പോൾ 1 മണിക്കൂറെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കണം. ഇംഗ്ലീഷിൻ്റെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സാറ് വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് തന്നെ ഓരോ ദിവസവും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറിനെ വാട്സപ്പിലൂടെയോ ഫോൺ വിളിച്ചോ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഇതും കൂടാതെ സാർ എപ്പോഴും പറയുന്ന പോലെ ആ പാറ്റേൺ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വളരെ റെലവൻ്റ് ആയിട്ട് കണക്കാക്കണം. ആ പാറ്റേൺ ക്വസ്റ്റ്യൻസ് പഠിച്ചെടുക്കണം. ആ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് സാർ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരാം. പ്രൊഫൈല്, കോംപ്രിഹെൻഷൻ പാസേജ്, പ്രസി റൈറ്റിംഗ്, ഫോർമൽ ലെറ്റർ ടു ദി എഡിറ്റർ, ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിൻ്റെ കൂടെ തന്നെ ബയോഡാറ്റയും കൂടിയും എഫിക്സ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിൻ്റെ കൂടെ ബയോഡാറ്റ, ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ബയോഡാറ്റ എഫിക്സ് ചെയ്യാൻ പറയില്ല, പക്ഷേ ബയോഡാറ്റ എഫിക്സ് ചെയ്യണമെന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ വരെ നമ്മൾ പറഞ്ഞു. പിന്നെ വരുന്നത് കോൺവെർസേഷൻ പാറ്റേൺ. പിന്നെ അത് കോൺവെർസേഷൻ ചിലപ്പോൾ ടെലിഫോണിക് കോൺവെർസേഷൻ ആയിരിക്കാം. അതിൻ്റെ ആ പാറ്റേൺ രീതി ഞാൻ ക്വസ്റ്റ്യൻ ഇതിലിട്ടിട്ടുണ്ട്, നമ്മുടെ ഓൺലൈൻ യൂട്യൂബ് ക്ലാസ്സിലിട്ടുണ്ട്. ഓക്കെ. വിസ്മയ ഏത് ക്ലാസ്സിലാണ്? വിസ്മയ ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ഇതിൽ ടൈപ്പ് ചെയ്ത് കാണിച്ചല്ലോ. വിസ്മയ ഏത് ക്ലാസ്സിലാണ്? വിസ്മയ PS ആണോ വന്നത്? ഹലോ, വിസ്മയ PS ആണോ എൻ്റർ ചെയ്തത്? ഹലോ. ഓക്കെ. അപ്പോൾ വീണ്ടും നമുക്ക് ആ ക്വസ്റ്റ്യൻ ആരാ? CS ആണോ വന്നിട്ടുള്ളത്? ഓക്കെ. PS ആണോ വന്നിട്ടുള്ളത് അല്ലേ? ഓക്കെ, മാർക്ക് ചെയ്യാട്ടാ. അത് കറക്റ്റ് ടൈമിൽ ഇനി തൊട്ടിട്ട് അറ്റൻഡൻസ് എടുക്കുമ്പോൾ പറഞ്ഞോളൂട്ടാ, അല്ലെങ്കിൽ സാറിന് മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പറഞ്ഞല്ലോ. വിസ്മയ PS വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഹലോ, കേൾക്കാമോ? കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ സാറ് പറഞ്ഞു ശ്രദ്ധിച്ചിരുന്നോ? അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ക്ലാസ്സിൽ കറക്റ്റ് ടൈമിൽ എൻ്റർ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ ഫോണിൽ ഇപ്പോൾ ഈ നമ്പറാണോ ആഡ് ചെയ്യേണ്ടത്? അപ്പോൾ ആ നമ്പർ സാറിന് വാട്സപ്പ് ചെയ്തോ? ചെയ്തോളൂ. അപ്പോൾ സാർ ആ നമ്പർ ആഡ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പാറ്റേൺ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിൽ ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. ബയോഡാറ്റ വെക്കണം, ബയോഡാറ്റ എഴുതണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബയോഡാറ്റ അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ ബയോഡാറ്റ അത് നോക്കണം. പിന്നെ ഉള്ളത് ഡിബേറ്റ് പാറ്റേൺ ആണ്. അപ്പോൾ ആ ഡിബേറ്റ് പാറ്റേൺ ക്വസ്റ്റ്യൻസ് സാറ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് സൗണ്ട് പുറത്തുനിന്ന് വന്നിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നത് വളരെ ഓഡിബിൾ ആയിരുന്നു. അത് ഡിബേറ്റ് പാറ്റേൺ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ പഠിച്ചെടുക്കണം. പ്രൊഫൈൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ അനൗൺസ്മെൻറ്റ് പാറ്റേൺ ഉണ്ട്. ആ അനൗൺസ്മെൻറ്റ് പാറ്റേൺ
പ്രത്യേകമായിട്ട് നിങ്ങൾ നോക്കണം. അനൗൺസ്മെൻറ്റ് പാറ്റേണും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റേതായ വാല്യൂ അതിനുണ്ട്. അപ്പോൾ ആ പാറ്റേൺ ക്വസ്റ്റ്യൻസ് 19ഓളം പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ പാറ്റേൺ ക്വസ്റ്റ്യൻസിന് യാതൊരു മടിയും കാണിക്കരുത്. അത് നിങ്ങൾ വളരെ കൃത്യനിഷ്ഠയോടുകൂടി പഠിച്ചെടുക്കുക. അതിൻ്റെ ഫോർമാറ്റുകൾക്ക് തന്നെ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഉദാഹരണത്തിന് ഇമെയിൽ, പിന്നെ അതുപോലെ തന്നെ ഫോർമൽ ലെറ്റർ, ലെറ്റർ ടു ദ എഡിറ്റർ, അതിൻ്റെ ആ ഫോർമാറ്റുകൾ തന്നെ കണ്ടാൽ അതിന് നല്ലൊരു ഇംപ്രഷൻ ഇത് വാലുവേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത ഫോർമാറ്റുകളൊക്കെ പഠിക്കുക. ഫോർമാറ്റ് മാത്രം പഠിച്ചാൽ പോരാട്ട, അതിൻ്റെ കണ്ടൻറ്റും പഠിക്കണം, അത് നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എത്രത്തോളം പഠിക്കണു എന്നുള്ളതിൻ്റെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനും മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ അത് സഹായകരമാകും. അപ്പോൾ ദയവ് ചെയ്ത് ആ പാറ്റേൺ ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ചെടുക്കുക. പിന്നെ സാറ് കുറച്ച് ജനറൽ ഗ്രാമർ ഇട്ടിട്ടുണ്ട്, നൗണ്, അതുപോലെ തന്നെ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ്, അതൊക്കെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ സമയത്തിനനുസരിച്ച് പഠിച്ചെടുക്കുക. പക്ഷേ മറ്റു പാറ്റേൺ ക്വസ്റ്റ്യൻസ് വളരെ നിർബന്ധമായിട്ട് നിങ്ങളെല്ലാവരും പഠിച്ചെടുക്കണമെന്ന് സാർ ഒരിക്കലും ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ സാറ് ആദ്യം ഇട്ടുള്ള ഇപ്പോൾ ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, +1 ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിട്ട്. അതാരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? +1 ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് സാറിൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിരുന്നോ? ഹലോ 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 അഞ്ജന പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ശ്രദ്ധിച്ചിരുന്നോ? ഓക്കെ. അപ്പോൾ ആ പ്ലേലിസ്റ്റ് പ്രകാരം തന്നെ പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആ പ്ലേലിസ്റ്റിലെല്ലാം പഠിക്കണം, എന്നാലേ നമുക്ക് നന്നായി സ്കോർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് ആ പ്ലേലിസ്റ്റ് നിങ്ങളെല്ലാവരും ഒന്ന് ക്ലാരിറ്റിയോടുകൂടി നോക്കുക. പിന്നെ നമ്മുടെ ഈ പാഠത്തിന് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനെ സംബന്ധിച്ച് ഒരു ദിവസം കൂടിയും ഈ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാവുള്ളൂ. ഒരു ദിവസത്തെ ക്ലാസ്സും കൂടി ഈ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പാഠം എടുക്കാം. അതായത് അടുത്ത പാഠത്തിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. ഈ പാഠത്തിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് പോയിൻറ്റ്സ് ഈ പാഠത്തിൽ ഇത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ വാല്യൂ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ആ ക്രിസ്റ്റൽ റിങ്ങിൽ നമ്മുടെ മാഗിയും അതുപോലെ തന്നെ മിസ്സസ് ക്ലിഫോർഡും നോക്കിയിരുന്നു, പക്ഷെ ഒന്നും കാണാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നുള്ള കാര്യമൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് പോയിൻറ്റ്സ് ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾ വളരെ ക്ലാരിറ്റിയോടുകൂടി നോക്കണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത് ഇത്ര മതിയോ? ഹലോ, ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതണ? വേണ്ട, അടുത്ത ക്ലാസ്സിൽ എഴുതാം അല്ലേ? അടുത്ത ക്ലാസ്സിൽ നമുക്ക് എഴുതാം അല്ലേ? ഹലോ, അത് മതിയില്ലേ? ഓക്കെ. അപ്പോൾ മൈ ഡിയർ സ്റ്റുഡൻസ്, താങ്ക് യു ഫോർ അറ്റൻഡിങ് ദ ക്ലാസ് ആൻഡ് പ്രിപ്പയർ വെൽ ഫോർ ദ എക്സാമിനേഷൻസ്. ഓക്കെ, എല്ലാവർക്കും ലെഫ്റ്റ് ആവാം. താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം ഡിയർ സ്റ്റുഡൻസ്.